ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന അമ്മയെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. ആ അമ്മ പകലത്തെ ക്ഷീണവും അധ്വാനവും ഒക്കെ കാരണം വല്ലാതെ ക്ഷീണിതയായതുകൊണ്ട് ആ മകനോട് പറഞ്ഞു, മോനെ, വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കുടിക്ക്. ആ അമ്മ പെട്ടെന്ന് പിന്നെയും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം വെളുത്തു. അമ്മ രാവിലെ എഴുന്നേറ്റു, തൻ്റെ ജോലികളൊക്കെ ചെയ്തു. കുഞ്ഞുണരുന്ന സമയമായപ്പോൾ അതിന് പാല് തിളപ്പിച്ച് ഗ്ലാസ്സിലാക്കി ആ കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി ആ റൂമിലേക്ക് ചെന്നു. ആ കുഞ്ഞിനെ വിളിച്ചു. ആ കുഞ്ഞ് വിളി കേൾക്കുന്നില്ല. തട്ടി ഉണർത്താനായിട്ട് ശ്രമിച്ചു. ആ കുഞ്ഞ് ഉണർന്നില്ല. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി അമ്മയെ വിട്ട് യാത്ര പറഞ്ഞിരുന്നു. പലപ്പോഴും നമ്മളുടെ ഉദാസീനതയും നമ്മളുടെ ക്ഷീണവും ഈ ലോകത്തിലെ കാര്യങ്ങളുമൊക്കെ കാരണം പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് ഒരിക്കലും തിരികെ കിട്ടാത്ത നഷ്ടങ്ങളായിരിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെയായിരിക്കും ചിലവഴിക്കുന്നതെന്ന്? ഒരുപക്ഷെങ്കിൽ നമ്മുടെ മതങ്ങളും ഇസങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വച്ചിട്ടുണ്ടായിരിക്കാം, മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന് ശേഷം ചില ശുശ്രൂഷകളൊക്കെ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ എത്താനായിട്ട് സാധിക്കും. അങ്ങനെയൊരു വ്യവസ്ഥയൊന്നുമില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. മനുഷ്യന് 2 നിത്യതയാണുള്ളത്. ഒന്ന് നിത്യമായിട്ടുള്ള നരകം, 2 നിത്യമായിട്ടുള്ള സ്വർഗം. നരകത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. അവൻ ചെന്നെത്തുന്നത് നിത്യമായിട്ടുള്ള നരകത്തിലായിരിക്കും. എന്നാൽ മനുഷ്യനെ ആ നിത്യമായ നരകത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.